ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. Pittapillil Agencies, the most trusted name in TV, mobiles and appliances. വെള്ളിയന്തോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. മാട്രസ് ഹൈ സ്ലീപ്പ് ആണെങ്കിൽ ആരും തനിയെ ഉറങ്ങിപ്പോവും. ഹൈ സ്ലീപ്പ് ഫോർ എ ബെറ്റർ ലൈഫ്. ഹൈ സ്ലീപ്പ് മാട്രസ്. വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കും. സീറ്റ് ലിമിറ്റ് ആവുന്നതിന് മുമ്പ് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ, മലപ്പുറം. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. CNG റോഡിൽ നിലമ്പൂർ പോസ്റ്റ് ഓഫീസിന് മുൻവശം കല്ലായി ആർക്കേഡ് എന്ന ബിസിനസ് സമുച്ചയത്തിൽ ഓഫീസുകൾക്കും ഷോപ്പുകൾക്കും അനുയോജ്യമായ റൂം ഒഴിവുകൾ. ഗ്രൗണ്ട് ഫ്ലോറിൽ 1500 സ്ക്വയർ ഫീറ്റും ഫസ്റ്റ് ഫ്ലോറിൽ 2500 സ്ക്വയർ ഫീറ്റും റൂഫിൽ 6500 സ്ക്വയർ ഫീറ്റും ഒഴിഞ്ഞുകിടക്കുന്നു. നിലവിലെ ഒഴിവുകളിൽ താല്പര്യമുള്ളവർ 7306105147 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢവിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷെർഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷെർഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വൺ TV വാർത്തകളിലേക്ക് സ്വാഗതം. കനത്ത ചൂടാണ് നാട്ടിൽ അനുഭവപ്പെടുന്നത്. സൂര്യാഘാതവും സൂര്യതാപവും ഒക്കെ ഇങ്ങനെ നമ്മുടെ സംസ്ഥാന വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുകയാണ്. നമ്മുടെ മേഖലയിലും സൂര്യതാപം ഏറ്റുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ചൂടിനെ പ്രതിരോധിക്കുവാൻ എന്തായാലും മുൻകരുതലുകൾ സ്വീകരിച്ചേ മതിയാകൂ. മറ്റ് യാതൊരു മാർഗങ്ങളുമില്ല. പകൽ സമയത്ത് പ്രത്യേകിച്ച് ചൂട് വലിയ ശക്തമാകുന്ന സമയത്ത് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയുള്ള സമയം പരമാവധി കരുതലും ഉണ്ടാവുക എന്ന് മാത്രമാണ് ഇതിനുള്ളൊരു പോംവഴി. കാരണം സൂര്യതാപം ഉണ്ടാകുവാനും ഇത് വലിയ അപകടങ്ങളിലേക്ക് വഴിയൊരുക്കുവാനുമുള്ള സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക. ചൂട് പരമാവധി സൂര്യ പ്രകാശം നേരിട്ട് ഏൽക്കാതിരിക്കാൻ ശ്രമിക്കുക. പക്ഷേ നമ്മുടെ സാഹചര്യങ്ങൾ അങ്ങനെ അതിനനുവദിക്കാത്തതാണ് പല ആളുകൾക്കുമുള്ള പ്രധാനപ്പെട്ട പ്രശ്നം. അവരുടെ തൊഴിലിടങ്ങൾ, അവരുടെ വരുമാന മാർഗങ്ങൾ, ഇവയൊക്കെ കണക്ക് കൂട്ടുമ്പോൾ അത് അത്രത്തോളം പ്രായോഗികവുമല്ല. എന്നിരുന്നാലും കൂടുതൽ കരുതൽ ഇക്കാര്യത്തിൽ ആവശ്യമാണ്. നിർജ്ജലീകരണം അടക്കം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അത് വലിയ അപകടാവസ്ഥയിലേക്കും വഴിവെക്കുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക, ജാഗ്രതയോടുകൂടി ഇരിക്കുക. നോക്കാം പ്രധാന വാർത്തകൾ. ഏറനാട്ടിലെ 18 കാവുകളിൽ പ്രധാനമായ വണ്ടൂർ കാപ്പിൽ ശ്രീ കരിങ്കാളികാവ് താലപ്പൊലി മഹോത്സവത്തിന് ഭക്തി നിർഭരമായ സമാപനം. മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന ദേശവരവുകൾ വർണ്ണക്കാഴ്ചയൊരുക്കി. മാലിന്യ നിക്ഷേപത്താൽ വീർപ്പുമുട്ടുന്ന ചാലിയാർ പുഴയ്ക്ക് കരുതലുമായി SYS മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി. സംഘടനയുടെ നേതൃത്വത്തിൽ നാളെ പുഴ ശുചീകരണ യജ്ഞം സംഘടിപ്പിക്കും. ഓൾ കേരള ടയർ വർക്കേഴ്സ് അസോസിയേഷൻ നിലമ്പൂർ മേഖലാ സമ്മേളനം മെടക്കരയിൽ നടന്നു. ടയർ വർക്കേഴ്സ് മേഖലയെ അവശ്യ സർവീസായി പ്രഖ്യാപിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. നോക്കാം വിശദമായ വാർത്തകളിലേക്ക്. ഉത്സവങ്ങളുടെ കാലം തന്നെയാണ്. തൃശ്ശൂർ പൂരമൊക്കെ ഇങ്ങനെ വലിയ രീതിയിൽ വരികയാണ്. അപകടമുണ്ടെങ്കിൽ പോലും പൂരത്തിൻ്റെ ചടങ്ങുകളൊക്കെ വളരെ ഭംഗിയായി തന്നെ നടത്തുവാനുള്ള തീരുമാനങ്ങളാണ്. ആ ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മേഖലയിലും ആ ഉത്സവാഘോഷങ്ങൾ വളരെ സജീവമായി നടന്നു വരുന്ന ഒരു കാലമാണ്. ഏറനാട്ടിലെ 18 കാവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാവുകളിൽ ഒന്നാണ് കാപ്പിൽ ശ്രീ കരിങ്കാളികാവ്. ഇവിടെയുള്ള താലപ്പൊലി മഹോത്സവം കഴിഞ്ഞ ദിവസം ഭക്തി നിർഭരമായ ചടങ്ങുകളോടുകൂടി നടന്നു. ആയിരക്കണക്കിന് ആളുകളാണ് ഈ മഹോത്സവത്തിൽ പങ്കെടുത്തത്.
പങ്കെടുത്തത്. വിവിധ ദേശങ്ങളിൽ നിന്നും വന്ന ദേശവരവുകൾ, അതുപോലെ തന്നെ ഉത്സവത്തിന്റെ ഭാഗമായുള്ള വിവിധ ചടങ്ങുകളെല്ലാം വർണ്ണാഭമായിരുന്നു. മഹോത്സവത്തിന്റെ സമാപന ദിവസമായ വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിയോടെ അരിപ്പമാട്, അമ്പലക്കുന്ന്, കളരിക്കുന്ന്, കരിക്കപ്പൊയിൽ, വടക്കേക്കര, കാഞ്ഞിരമ്പാടം, ചൗക്കി, പാറശ്ശേരി, തോണിയാട്ടുപൊയിൽ എന്നീ 6 ദേശങ്ങളിൽ നിന്നുമുള്ള വരവുകൾ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി കാപ്പിൽ സ്കൂൾ മൈതാനിയിൽ സംഗമിച്ചു. ശിങ്കാരിമേളം, തമ്പോല, തിറ, വിവിധ വേഷങ്ങൾ എന്നിവ ഉത്സവത്തിന് ആവേശം പകർന്നു. ഏറനാട്ടിലെ അതിപുരാതനമായ 18 കാവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ടാണ് കാപ്പിൽ ശ്രീ കരിങ്കാളികാവ് അറിയപ്പെടുന്നത്. വിശ്വാസികളും ചരിത്രപ്രേമികളും ഒരുപോലെ എത്തുന്ന ഈ ക്ഷേത്രമുറ്റം 3 ദിവസമായി ഭക്തിസാന്ദ്രമായിരുന്നു. ആദ്യ ദിനം സവിശേഷമായ പൂജകൾക്ക് പുറമെ നൃത്തങ്ങൾ, വൈവിധ്യമാർന്ന കലാപരിപാടികൾ തുടങ്ങിയവ നടന്നു. 2ാം ദിനം വ്യാഴാഴ്ച പൂജകൾക്കൊപ്പം പഞ്ചാരിമേളവും രാത്രി മ്യൂസിക് നൈറ്റും അരങ്ങേറി. സമാപന ദിവസം വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിയോടെയാണ് വിവിധ ദേശങ്ങളിൽ നിന്നുമുള്ള ഘോഷയാത്രകൾ ആരംഭിച്ചത്. ആയിരക്കണക്കിന് ആളുകളാണ് ഈ വർണ്ണക്കാഴ്ച കാണുവാൻ അണിനിരന്നത്. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുന്നതിനായി കനത്ത പോലീസ് സുരക്ഷയിലായിരുന്നു ഉത്സവം നടന്നത്. കേരള മുസ്ലിം ജമാഅത്ത് സോൺ സെനറ്ററി അസംബ്ലി വണ്ടൂർ കുറ്റിയിൽ അൽ ഫുർഖാൻ സ്കൂളിൽ സംഘടിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി വണ്ടൂർ അബ്ദുറഹിമാൻ ഫൈസി ഉദ്ഘാടനം ചെയ്തു. വണ്ടൂർ സോൺ പ്രസിഡന്റ് ബഷീർ സഖാഫി പൂങ്ങോട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മൂസ ഫൈസി ആമപ്പൊയിൽ പതാക ഉയർത്തി. സമസ്തയുടെ 100 പ്രകാശ വർഷങ്ങൾ എന്ന വിഷയത്തിൽ KMJ മലപ്പുറം ഈസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് VN വാപ്പുട്ടി ദാരിമി, കർമ്മ പദ്ധതി എന്ന വിഷയത്തിൽ സുലൈമാൻ സഖാഫി മാളിയേക്കൽ എന്നിവർ ക്ലാസ് എടുത്തു. അസീസ് സഖാഫി ഏലെമ്പ്ര, AP ബഷീർ മാസ്റ്റർ, ബഷീർ ചെല്ലക്കൊടി, മുജീബ് റഹ്മാൻ സഖാഫി, തസ്നീം തങ്ങൾ, അബ്ദുള്ള ഭാഖഫി, മൊയ്തീൻ സഖാഫി കൂരാട്, വണ്ടൂർ സോൺ സെക്രട്ടറി ഹസൈനാർ ഭാഖഫി, ജനറൽ സെക്രട്ടറി ഷറഫുദ്ദീൻ മാളിയേക്കൽ എന്നിവർ പങ്കെടുത്തു. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലുള്ള ഉന്നത് ഭാരത് അഭിയാൻ പദ്ധതി വണ്ടൂർ സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ആരംഭിച്ചു. ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം തൊട്ടടുത്തുള്ള ഗ്രാമങ്ങളെ ദത്തെടുത്ത് വികസനത്തിൽ പങ്കാളിയാവുക എന്ന ബൃഹത് പദ്ധതിയാണ് ഉന്നത് ഭാരത് അഭിയാൻ. കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജസീറ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ മഹാത്മാ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ആത്മാവ് എന്ന് പറയുന്നത്, വിദ്യാഭ്യാസത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത് ഗ്രാമങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ ആത്മാവ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാമങ്ങൾ
വിജയമാണ്. ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു എത്രത്തോളം ആ ഒരു പ്രൊജക്റ്റ് ആലോചിച്ച് ചെയ്തു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു പ്രൊജക്റ്റിനെ ഇവിടെ ഏറ്റെടുത്ത സഹ്യ കോളേജിനെയാണ് അഭിനന്ദിക്കേണ്ടത്. കാരണം സഹ്യ കോളേജിന്റെ സാമൂഹിക പ്രതിബദ്ധത കൂടി തെളിയിക്കുന്നതാണ് ഈ ഒരു പ്രൊജക്റ്റ് ഇവിടെ വന്നു എന്നുള്ളത്. കോളേജ് പ്രിൻസിപ്പൽ പാപ്പറ്റ കുഞ്ഞി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ഉന്നത് ഭാരത് അഭിയാൻ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ടായ കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ഡീനും പ്രൊജക്ട് കോർഡിനേറ്റർ GS അഖിൽ വിദ്യാർത്ഥികൾക്കുള്ള ഓറിയന്റേഷൻ ക്ലാസ്സിന് നേതൃത്വം നൽകി. കോളേജ് വിവിധ പഞ്ചായത്തുകളെ ദത്തെടുത്ത് വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി ശുചിത്വം, വിദ്യാഭ്യാസം, ഉപജീവനം തുടങ്ങിയ വിഷയങ്ങളിൽ വിവിധങ്ങളായ പരിപാടികൾ നടപ്പിലാക്കി പഞ്ചായത്തുകളെ ശാക്തീകരിച്ച് സുസ്ഥിര വികസനം കൈവരിക്കുകയാണ് പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത്. വണ്ടൂർ, പോരൂർ, അമരമ്പലം, പാണ്ടിക്കാട്, കാളികാവ് എന്നീ പഞ്ചായത്തുകളിലായാണ് ഇത് നടപ്പിലാക്കുന്നത്. വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT ഷംസുദ്ദീൻ, പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK പുഷ്പവല്ലി, കാളികാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമാരാജൻ, അമരമ്പലം പ്രസിഡന്റ് അഫീഫ VP, കോളേജ് വൈസ് പ്രസിഡന്റ് KTA മുനീർ, മാനേജർ E അബ്ദുൾ റസാഖ്, സെക്രട്ടറി ഷെരീഫ് തുറക്കൽ, ഡയറക്ടർ KT അബ്ദുള്ളക്കുട്ടി, പ്രിൻസിപ്പൽ ഡോക്ടർ KK മുഹമ്മദ് അലി, കോർഡിനേറ്റർ KC മുഹമ്മദ് ഷാഹിൻ എന്നിവർ സംസാരിച്ചു. മാലിന്യ നിക്ഷേപത്താൽ വീർപ്പുമുട്ടുന്ന ചാലിയാർ പുഴയ്ക്ക് കൈത്താങ്ങുമായി SYS ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി. സംഘടനയുടെ നേതൃത്വത്തിൽ പുഴ ശുചീകരണ യജ്ഞം നാളെ നടക്കും. ചാലിയാർ പുഴയിൽ നിലമ്പൂർ മമ്പാട് മുതൽ ആണ് ശുചീകരണ പ്രവൃത്തി നടത്തുന്നത്. പുഴയിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് പുഴയെ മാലിന്യമുക്തമാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ജില്ലയിൽ മമ്പാട്, ഓടായിക്കൽ, എടവണ്ണ, അരീക്കോട്, എടവണ്ണപ്പാറ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം. പുഴയുടെ തീരത്തുള്ള പ്രധാന കടവുകൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയ ഇടങ്ങൾ എന്നിവിടങ്ങളിലെ മാലിന്യം നീക്കം ചെയ്യും. വിവിധ ഇടങ്ങളിലായി 2000-ലേറെ SYS സാന്ത്വനം സന്നദ്ധ പ്രവർത്തകർ ഇതിൽ പങ്കാളികളാകും. ഓടായിക്കലിൽ രാവിലെ നടക്കുന്ന ചടങ്ങിൽ AP അനിൽകുമാർ MLA പരിപാടി ഉദ്ഘാടനം ചെയ്യും. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി KP ജമാൽ കരുളായി, മമ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷാദ് പാലുളി തുടങ്ങിയവർ സംബന്ധിക്കും. മാലിന്യ നിർമ്മാർജ്ജനം, ബോധവൽക്കരണം, പ്രകൃതി സംരക്ഷണം എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പുഴയിലും തീരത്തുമുള്ള പ്ലാസ്റ്റിക് ഇതര അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനോടൊപ്പം പുഴയിൽ മാലിന്യം തള്ളുന്നതിനെതിരെ തദ്ദേശവാസികൾക്കിടയിൽ, വിനോദസഞ്ചാരികൾക്കിടയിലും അവബോധം സൃഷ്ടിക്കുക, പുഴയുടെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിനായുള്ള തുടർ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുക തുടങ്ങിയവയും SYS മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ശേഖരിക്കുന്ന മാലിന്യങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളുമായി സഹകരിച്ചാണ് നിർമ്മാർജ്ജനം ചെയ്യുക. ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കുചേരുവാൻ താൽപ്പര്യമുള്ള പൊതുജനങ്ങൾക്കും സന്നദ്ധ പ്രവർത്തകർക്കും ഈ യജ്ഞത്തിന്റെ ഭാഗമാകാവുന്നതാണെന്ന് സംഘാടകർ പറഞ്ഞു. ഈ ചാലിയാറിൻ്റെ ജില്ലയുടെ 4 കേന്ദ്രങ്ങളിലായി ഓടായിക്കലും അതുപോലെ എടവണ്ണയിലും അരീക്കോടും എടവണ്ണപ്പാറയിലും ചാലിയാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ 2000-ലധികം വരുന്ന വളണ്ടിയേഴ്സിനെ ഉപയോഗപ്പെടുത്തിയാണ് നമ്മൾ ചാലിയാർ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഈ പ്രദേശത്ത് ഓടായിക്കൽ ധാരാളം ആളുകൾ സന്ദർശകരായി എത്തുന്ന സ്ഥലം. അവിടെ അവർ ഉപയോഗിച്ച് ശൂന്യമായി വലിച്ചെറിയുന്ന കുപ്പികളും പ്ലാസ്റ്റിക്കുകളൊക്കെ കൊണ്ട് നമ്മുടെ ചാലിയാർ മലീമസമായിരിക്കുകയാണ്. അതായത് നാളെ രാവിലെ 7 മണിക്ക് ബഹുമാന്യനായ AP അനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് KP ജമാൽ കരുളായി, അതുപോലെ പാലോളി നിഷാദ് പാലോളി തുടങ്ങിയ മമ്പാട് ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള മത, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ ഒരുപാട് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ജലാശയ ശുദ്ധീകരണ പ്രോഗ്രാം നമ്മുടെ ഓടായിക്കൽ വെച്ചുകൊണ്ട് ഈ പ്രദേശത്ത് നടക്കുകയാണ്. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ഉപാധ്യക്ഷൻ ഷെരീഫ് സാദി, ജില്ലാ പ്രവർത്തക സമിതി അംഗങ്ങളായ CK നാസർ മുസ്ലിയാർ, CA അൻവർ വല്ലപ്പുഴ, നിലമ്പൂർ സോൺ ഭാരവാഹികളായ റഫീഖ് സഖാഫി, അലവിക്കുട്ടി സഖാഫി, ജലീൽ കരിമ്പുഴ എന്നിവർ പങ്കെടുത്തു. ഓൾ കേരള ടയർ വർക്കേഴ്സ് അസോസിയേഷൻ നിലമ്പൂർ മേഖലാ സമ്മേളനം എടക്കരയിൽ നടന്നു. പ്രൗഢഗംഭീരമായ രീതിയിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. ഈ തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്ന നിരവധി പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ടയർ മേഖലയിൽ ജോലി ചെയ്യുന്ന ഈ ഒരു തൊഴിൽ മേഖലയെ അവശ്യ സർവീസായി പ്രഖ്യാപിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്ഥാന പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പാലക്കാട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ടയർ വർക്കേഴ്സ് മേഖലയെ അവശ്യ സർവീസായി പ്രഖ്യാപിക്കുക, അപകട സാധ്യത ഏറെയുള്ളതിനാൽ ജീവഹാനി വരെ സംഭവിക്കുന്ന സന്ദർഭത്തിൽ
സർക്കാർ ധനസഹായം പ്രഖ്യാപിക്കുക, പകലും രാത്രിയും സേവനം അനിവാര്യമായതിനാൽ വൈദ്യുത ചാർജിൽ ഇളവ് വരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. സാമൂഹിക പുനർനിർമ്മിതിയിൽ മുഖ്യ പങ്കുവഹിക്കുന്ന വിഭാഗം ആയതിനാൽ ഈ തൊഴിലിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് ഈ മേഖലയെ അവഗണിക്കാതെ ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള സാഹചര്യവും തൊഴിലാളികളുടെ സുരക്ഷയെ മാനിച്ചും അവശ്യ സർവീസായി പ്രഖ്യാപിക്കണമെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസ്ഥാന പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പാലക്കാട് പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറി അമാനുള്ള ഉള്ളണം മുഖ്യപ്രഭാഷണം നടത്തി. അഫ്സൽ നാലകത്ത് വണ്ടൂർ അധ്യക്ഷത വഹിച്ചു. സ്ഥാപക നേതാവ് റഫീഖ് പരപ്പനങ്ങാടി, ട്രഷറർ നജ്മുദ്ദീൻ കക്കാട്, ജില്ലാ പ്രസിഡന്റ് കരുണൻ ചങ്ങരംകുളം, മെഹബൂബ് കാച്ചടി, അഭിലാഷ് തിരൂർ, അനിൽകുമാർ വളാഞ്ചേരി, കുഞ്ഞാൻ ചുങ്കത്ര, രതീഷ് പാലാട്, ബാബു മുണ്ടേരി, മോഹനൻ കോട്ടയ്ക്കൽ, രാമചന്ദ്രൻ നിലമ്പൂർ, സത്യൻ നടുവത്ത്, ജലീൽ വണ്ടൂർ, റഹീം കരുളായി, സൈമൺ പോൾ, അലവിക്കുട്ടി നിലമ്പൂർ, ശ്രീധരൻ മണിമൂളി, ചന്ദ്രൻ പൂക്കോട്ടുംപാടം, സലീം വെളിയന്തോട്, VM മാത്യൂസ് എടക്കര, സക്കീർ പനങ്കയം, ഹുസൈൻ വണ്ടൂർ, ജംഷീദ് ടാണ, ചെറിയാപ്പു എരുമുണ്ട, ഹസ്കർ വെളിയന്തോട്, അജയൻ മുണ്ടേരി എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി മുതിർന്ന അംഗങ്ങളെ ആദരിക്കുകയും ചെയ്തു. പുതിയ ഭാരവാഹികളായി അഫ്സൽ വണ്ടൂർ പ്രസിഡന്റ്, റഹീം കരുളായി സെക്രട്ടറി, രതീഷ് പാലാട് ട്രഷറർ, ബാബു മുണ്ടേരി, സക്കീർ പനങ്കയം, നാണി പാലേമാട് വൈസ് പ്രസിഡന്റുമാർ, പോൾ മാമ്പോയിൽ, ചന്ദ്രൻ പൂക്കോട്ടുംപാടം, ജംഷീദ് ടാണ ജോയിന്റ് സെക്രട്ടറിമാർ എന്നിവരെ തെരഞ്ഞെടുത്തു. പ്രേക്ഷകരെ, പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. ഏറനാട്ടിലെ 18 കാവുകളിൽ പ്രധാനമായ വണ്ടൂർ കാപ്പിൽ ശ്രീ കരിങ്കാളികാവ് താലപ്പൊലി മഹോത്സവത്തിന് ഭക്തി നിർഭരമായ സമാപനം. മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന ദേശവരവുകൾ വർണ്ണക്കാഴ്ചയൊരുക്കി. മാലിന്യ നിക്ഷേപത്താൽ വീർപ്പുമുട്ടുന്ന ചാലിയാർ പുഴയ്ക്ക് കരുതലുമായി SYS മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി. സംഘടനയുടെ നേതൃത്വത്തിൽ നാളെ പുഴ ശുചീകരണ യജ്ഞം സംഘടിപ്പിക്കും. ഓൾ കേരള ടയർ വർക്കേഴ്സ് അസോസിയേഷൻ നിലമ്പൂർ മേഖലാ സമ്മേളനം മെടക്കരയിൽ നടന്നു. ടയർ വർക്കേഴ്സ് മേഖലയെ അവശ്യ സർവീസായി പ്രഖ്യാപിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. പ്രേക്ഷകരെ, നമസ്കാരം. 1TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. Pittappillil Agencies, the most trusted name in TV, mobiles and appliances. വെള്ളിയന്തോട്, ചന്തക്കുന്ന്, നിലമ്പൂർ. മാട്രസ് ഹൈ സ്ലീപ്പ് ആണെങ്കിൽ ആരും തനിയെ ഉറങ്ങിപ്പോവും. ഹൈ സ്ലീപ്പ് ഫോർ എ ബെറ്റർ ലൈഫ്. ഹൈ സ്ലീപ്പ് മാട്രസ്. വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കും. സീറ്റ് ലിമിറ്റ് ആവുന്നതിന് മുമ്പ് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ, മലപ്പുറം. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപോയിൽ, മലപ്പുറം. CNG റോഡിൽ നിലമ്പൂർ പോസ്റ്റ് ഓഫീസിന് മുൻവശം കല്ലായി ആർക്കേഡ് എന്ന ബിസിനസ് സമുച്ചയത്തിൽ ഓഫീസുകൾക്കും ഷോപ്പുകൾക്കും അനുയോജ്യമായ റൂം ഒഴിവുകൾ. ഗ്രൗണ്ട് ഫ്ലോറിൽ 1500 സ്ക്വയർ ഫീറ്റും ഫസ്റ്റ് ഫ്ലോറിൽ 2500 സ്ക്വയർ ഫീറ്റും റൂഫിൽ 6500 സ്ക്വയർ ഫീറ്റും ഒഴിഞ്ഞുകിടക്കുന്നു. നിലവിലെ ഒഴിവുകളിൽ താല്പര്യമുള്ളവർ 7306105147 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢവിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷെർഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷെർഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. വിശ്വസിക്കാം, ചെടികൾക്ക് 100% ഗ്യാരണ്ടി ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ആയാൻ നഴ്സറി, പൂക്കോട്ടുംപാടം, കരുളായി റോഡ്, ഉപ്പുവള്ളി. ഫോൺ 9446337875.